വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 26 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങുകയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംകാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയുംകാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കാറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ച് കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ ഫലത്തെക്കുറിച്ച്, ദൈവരാജ്യം എങ്ങനെയാണ് വളരുന്നത്, എന്താണ് ദൈവരാജ്യം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിതാവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ ഇവിടേക്ക് ഇറങ്ങി വന്ന ഈശോ പറയുകയാണ് മർക്കോസ് 4:30, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുമെന്ന്. പിതാവിൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈ ലോകത്തിൽ മനുഷ്യമക്കളോട് എത്ര പറഞ്ഞിട്ടും മതിയാകാത്ത ഒരു ഹൃദയത്തെയാണ് നാം ഇവിടെ കാണുക. ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതിൽ വ്യഗ്രചിത്തനാണ്. എത്ര പറഞ്ഞിട്ടും ഈശോയ്ക്ക് തൃപ്തിയാവുന്നില്ല. ഇനി എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ മറ്റ് പല ഉപമകളെക്കുറിച്ച് കൂടി പറഞ്ഞാണ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ഒത്തിരി സ്നേഹം തോന്നുമ്പോൾ സംസാരിക്കാൻ ഭാഷകളില്ലാത്ത വിധത്തിൽ നിശബ്ദനാകുന്നത് പോലെ പിതാവിനെക്കുറിച്ചും പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ചും തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഈശോ ഇവിടെ വലിയ തീഷ്ണത കാണിക്കുന്നത് ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത്. വചനം വിത്തിൻ്റെ ഉപമയിൽ ആദ്യം പറയുന്നുണ്ട്, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യമാണ്. അവൻ രാവും പകലും ഉറങ്ങുകയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളരുന്നുവെന്ന്. കിളയ്ക്കപ്പെട്ട നിലത്താണ് വിത്തുകൾ പാകപ്പെടുക. വിത്തുകൾ കിളയ്ക്കപ്പെട്ട നിലത്തേക്ക് പാകപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അത് വളരുന്നതും വലുതാകുന്നതും എപ്പോൾ, ഏത് നിമിഷം ചെടി വളർന്നു മുളച്ചു, ഇലകളുണ്ടായി, കതിരുണ്ടായി, ധാന്യമണികളുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്നാൽ കർത്താവിൻ്റെ കണ്ണുകളിൽ അതെല്ലാം സാധ്യമാണ്. ജോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, അങ്ങ് എന്നെ പാലുപോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ? അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു. അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചുവെന്ന്. പാലുപോലെ പകർന്ന് തൈര് പോലെ എൻ്റെ ജീവിതത്തെ ഉറകൂട്ടിയില്ലേ എന്ന് ജോബ് ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്. ജീവിതത്തിൽ അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പാല് ഒഴിച്ചു വെച്ചിട്ട് അതെപ്പോൾ തൈരാകുമെന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നേരം വെളുക്കുമ്പോൾ തൈരായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഏത് നിമിഷം അതിനൊരു ചേഞ്ച് വന്നുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ജോബ് തൻ്റെ ജീവിതത്തെ ദൈവം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? പാലുപോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടി, അതിൽ സ്നേഹം നിക്ഷേപിച്ചു, അതിൽ ചർമ്മം പൊതിഞ്ഞു, മാംസം പൊതിഞ്ഞു, ജീവൻ നിക്ഷേപിച്ചു എന്നൊക്കെ ജോബ് വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടുന്ന് വിളിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കി അവിടുത്തെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ദൈവരാജ്യത്ത് എത്തിച്ചേരാൻ വേണ്ട കൃപകൾ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ തുന്നിച്ചേർക്കുന്നത് ഏത് നിമിഷമെന്നോ എപ്പോഴെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുന്ന് ചെയ്തു തീർക്കണമെങ്കിൽ ഞാൻ ഒറ്റയൊരു കാര്യം ചെയ്യണം, കിളയ്ക്കപ്പെട്ട നിലത്തേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ വെച്ചു കൊടുക്കണം. എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് വെട്ടി ഒരുക്കണം. കുറവുകളുടെ മേലെ കർത്താവിൻ്റെ കൈകളിലേക്ക്, ഈശോയെ ഇന്നതാണ് എൻ്റെ അവസ്ഥ, ഞാനാകുന്ന വിത്ത് ഇതാ നിൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങും.
ദൈവരാജ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തുന്നതാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ വലിയ രഹസ്യങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഈശോ വെളിപ്പെടുത്തുക. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവിടുത്തെ വാക്കുകളിലൂടെയും അവിടുത്തെ പ്രവൃത്തികളിലൂടെയുമാണ്. ഈശോ തൻ്റെ വാക്കുകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയതാണ് ഈ വിത്തിൻ്റെ ഉപമയിലും കടുകുമണിയുടെ ഉപമയിലും നാം തിരിച്ചറിയുന്നത്. അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പ്രവൃത്തി വഴി ഈശോ വെളിപ്പെടുത്തിയതാണ് പിന്നീട് നാം കാണുക. ഈശോ കൊടുക്കുന്ന ഓരോ സൗഖ്യങ്ങളും ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കാൽവരിയിലെ ബലി വരെ അവിടുത്തെ ഉത്ഥാനം വരെ ഈ ദൈവരാജ്യത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വാക്കുകളിൽ ഈശോ വെളിപ്പെടുത്തുന്ന 2 ഉപമയിലാണ് നാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് വചനം പല സ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെടുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. നല്ല നിലത്തും മുള്ളുകൾക്കിടയിലുമൊക്കെ വിതയ്ക്കപ്പെടുന്ന വിത്തിനെക്കുറിച്ച്, ആ വിത്തിൻ്റെ അവസ്ഥകൾ എങ്ങനെയാണ്, എന്തിനാണ് തമ്പുരാൻ ഈ വചനമൊക്കെ പറയുന്നത് എന്നൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഓരോ വിത്തിനും എന്ത് സംഭവിക്കുന്നു, ഓരോ വിത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് എന്നെ എൻ്റെ ഈശോ മാടി വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ അവിടത്തേക്ക് ഓരോ വിത്തിനെയും കുറിച്ച് ഓരോ പദ്ധതിയുള്ളതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഞാനാകുന്ന വിത്ത് വളർന്നു വരുവാൻ ആവശ്യമായ വളവും ജലവുമൊക്കെ അവിടുന്ന് തന്നെ ജീവിതത്തിലേക്ക് തരും. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യണം, അവിടുന്ന് ഒരുക്കിയിട്ടിരിക്കുന്ന നിലത്ത് തന്നെ എൻ്റെ ജീവിതത്തെ വെച്ചു കൊടുക്കണം. കത്തോലിക്ക സഭയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ വെച്ചു കൊടുക്കണം. എൻ്റെ ഇടവക വേദാലയത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ചേർത്ത് പിടിക്കണം. എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ചേർത്ത് പിടിക്കണം. ഇടവകയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും കുടുംബജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്നുമൊക്കെ ഒരുമയിൽ നിന്നൊക്കെ ഞാൻ അകന്നു പോകുമ്പോൾ, കൂട്ടായ്മയിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ ഞാനാകുന്ന വിത്തിലേക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാനോ, ഞാനാകുന്ന വിത്തിൽ കതിർമണികൾ ഉണ്ടാകാനോ, ഞാനാകുന്ന വിത്തിൽ ഇലകൾ ഉണ്ടാവാനോ ഒരിക്കലും സാധിക്കില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വളർച്ച വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ വളർച്ച പോലെ തന്നെയാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. വിതക്കാരൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വിത്ത് പൊട്ടി മുളച്ച് വളരുകയാണ്. സങ്കീർത്തനം 121:5 വചനം പറയും, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് എന്ന്. വിതക്കാരനായ കർത്താവ് എനിക്ക് കാവലായി നിൽക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും അവിടുന്ന് ഉണർന്നിരിക്കുന്നു. ആ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായതൊക്കെ തരുമെന്നാണ് വചനം പറയുക. നാം ദൈവരാജ്യത്തിൻ്റെ വെറുമൊരു പ്രവർത്തകനും ശുശ്രൂഷകനും മാത്രമാണ്. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പടർന്ന് പന്തലിച്ച് വലുതായി ധാന്യമണികൾ കതിർമണികൾ കൊടുക്കുക, ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയാണ് എനിക്ക് അത് ഈ ലോകത്തിന് വെളിപ്പെടുത്താനായിട്ട് പറ്റുക. എൻ്റെ കണ്ണുകളിൽ കരുണയുണ്ടാകുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോൾ, എൻ്റെ കരങ്ങൾ അന്യന് സഹായമേകാൻ നീട്ടുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കതിരിൽ ധാന്യമണികളും ഒക്കെ ഉണ്ടായി ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ ധാന്യം വിളഞ്ഞു കഴിയുമ്പോൾ, കൊയ്ത്തിന് കാലമാകുമ്പോൾ വിതക്കാരൻ അരിവാൾ വെച്ച് ഫലങ്ങൾ ശേഖരിക്കും. അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കർത്താവ് എൻ്റെ ആത്മീയ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ശേഖരിക്കാൻ അവിടുന്ന് എന്നെ കാണാൻ വരുമെന്ന് കൂടി, അവിടുന്ന് എൻ്റെ അടുക്കലേക്ക് വരുമെന്ന് കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലങ്ങളിൽ കതിർമണികൾ ധാന്യമണികൾ ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം ശേഖരിക്കപ്പെടുവാൻ എന്തുമാത്രം അതിന് ശക്തിയുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം അത് ശേഖരിച്ച് വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്, അതിൻ്റെ ഫലത്തിൻ്റെ സമൃദ്ധി കണ്ടിട്ടാണ് കർത്താവ് എന്നെ തിരിച്ചറിയുക. ഈ അരിവാൾ വയ്ക്കുന്ന കാലഘട്ടം ഒരു വിധിയുടെ കാലഘട്ടം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊയ്ത്തിന് കാലമാകുമ്പോഴാണ് അവിടെ അരിവാൾ വയ്ക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് എനിക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് അരിവാൾ വയ്ക്കാൻ കടന്നു വരുമ്പോൾ നിറയെ ഫലങ്ങൾ ശേഖരിക്കപ്പെട്ട ഒരു വൃക്ഷമായി എൻ്റെ ആത്മീയ ജീവിതം, ഈ വിത്ത്, ഞാനാകുന്ന വിത്ത് വളർന്നു നിൽക്കണമെന്ന് എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 4:30 മുതൽ 34 വചനങ്ങളിലെ ഈശോ കടുകുമണിയെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുക. വളരെ ചെറിയ ഒരു കടുകുമണിയെക്കുറിച്ച്.
എൻ്റെ ദൗത്യം ഫലമുളവാക്കാനായിട്ട് എന്നെ തന്നെ അവിടത്തേക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ശുശ്രൂഷകൾ ഒരിക്കലും എനിക്ക് കർത്താവിന് വേണ്ടി ഞാൻ ചെയ്ത ശുശ്രൂഷകളൊന്നും എനിക്ക് ഭാരമാവില്ല. പകരം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള അവസരങ്ങളായി മാത്രം മാറും. എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും ദൗത്യങ്ങളും ശുശ്രൂഷകളും ജോലി വേലകളും ബുദ്ധിമുട്ടുകളും എല്ലാം. ഈ കടുകുമണി ചെറുതാണ് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. വളരെ ചെറുതാണല്ലോ അതിന് വലിപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറുപ്പത്തെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് ഈശോ പറയുകയാണ്. അത് വളരെ ചെറുതാണെങ്കിലും എല്ലാ വിത്തുകളേക്കാൾ ചെറുതാണെങ്കിലും പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാകും, വലിയ ശാഖകൾ പുറപ്പെടുവിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ, എനിക്ക് വലിയ കഴിവില്ലല്ലോ. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നിസ്സാരതയെക്കുറിച്ച് ചെറുപ്പത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നോ അത്രമാത്രം അവൻ്റെ വലുപ്പത്തെ നമ്മൾ ആശ്രയിച്ചാൽ അവൻ നമ്മെ അവനോളം വലുതാക്കി മാറ്റുമെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൻ്റെ ആഴമനുസരിച്ച് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വലുതായി ഇറങ്ങി വരാൻ തുടങ്ങും. എനിക്ക് കുറച്ചൊക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് സഹായം മതിയെന്ന് പറഞ്ഞ് ഒരല്പം കരമാണ് ഞാൻ നീട്ടുന്നത് എങ്കിൽ, ചെറിയ കരമാണ് ഞാൻ നീട്ടിക്കൊടുക്കുന്നത് എങ്കിൽ അവൻ്റെ കരം അത്രത്തോളമേ എൻ്റെ അടുക്കലേക്ക് വരൂ. തമ്പുരാനെ എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ചില ധ്യാന കേന്ദ്രങ്ങളിൽ കാണാറുണ്ട്, ചില മക്കൾ ചങ്കു തുറന്ന് വാവിട്ട് നിലവിളിച്ച് ഉയർത്തി സ്തുതിക്കുന്നത് കാണാനായിട്ട് പറ്റും. വലിയ സങ്കടവും ഭാരവും വേദനകളും ഒക്കെയായി കെട്ടുപാടുകളായി കടന്നു വരുന്ന വ്യക്തികൾ ധ്യാനം കഴിഞ്ഞ് വാവിട്ട് നിലവിളിച്ച് സ്തുതിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവം ഇറങ്ങി വന്ന മുഖത്തിൻ്റെ ശോഭയുമായി, മുഖത്തെ ശോഭ മാത്രമല്ല ആത്മാവിൻ്റെ സന്തോഷമായി അവർ തിരിച്ചിറങ്ങി പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയ്ക്കനുസരിച്ച് അവൻ്റെ പക്കലേക്ക്, ആവശ്യങ്ങൾക്കനുസരിച്ച് അവൻ്റെ പക്കലേക്ക് കൈകൾ നീട്ടണം. കടുകുമണി ചെറുതെന്ന് തന്നെ ഓർത്ത് വേദനിക്കേണ്ട കാര്യമില്ലെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അത് വലുതാകുന്ന ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ഓർത്ത്, ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ചെറിയ അവസ്ഥയാണല്ലോ തമ്പുരാന് എന്നോർത്ത് സങ്കടപ്പെടേണ്ട. അതിനപ്പുറത്തേക്ക് അവൻ്റെ സ്വർഗരാജ്യത്തിലെ ഭവനത്തിലേക്ക് ഒന്ന് കൈകൾ നീട്ടിപ്പിടിച്ചാൽ ആ ഭവനത്തിൻ്റെ എല്ലാ സമ്പത്തും ഈശോ നമുക്ക് തരാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഏതു തുടക്കവും ഒരു കടുകുമണിയോളം തന്നെ ചെറുതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യം ചെറിയ തുടക്കമായിരിക്കും. ഒരു ജോൺസൺ ചേട്ടനെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ചേട്ടന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ നിന്ന് കിട്ടിയ സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം കർത്താവിൻ്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്ത തോന്നുകയാണ്, ഒരു പാല് ബിസിനസ്, റബ്ബർ പാലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ആരും ഹെൽപ്പില്ല. ഒരു കുഞ്ഞു മുറിയൊക്കെ വാടകയ്ക്കെടുത്ത് റബ്ബർ പാല് ശേഖരിക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ബാരലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നീട് കർത്താവ് അദ്ദേഹത്തിന് ബിസിനസ്സിനെ വളർത്തി 500-550 ബാരൽ റബ്ബർ പാല് ശേഖരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതിൻ്റെ ജീവിതത്തെ ദൈവം കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൽ നിസ്സാരതയിൽ, കുറവിൽ, ഇല്ലായ്മയിൽ, ശൂന്യതയിൽ കർത്താവിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് മനുഷ്യൻ കർത്താവിൻ്റെ വലിയ സാരഥിയാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. ഒപ്പം ഈശോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചതിന് കയ്യും കണക്കുമില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ എൻ്റെ ഇല്ലായ്മയിൽ ചങ്ക് പറിച്ച് ആശ്രയിച്ചത്. ആ ചങ്ക് പറിച്ച് ഞാൻ അവനെ ആശ്രയിച്ചപ്പോൾ അവൻ ഇന്നോളം തന്നതൊക്കെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോൾ ഏത് നിമിഷം എനിക്കതൊക്കെ ഉണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീർത്തട്ട വൃക്ഷം പോലെയാണെന്ന് സങ്കീർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവാണ് അവന് ജലവും വളവും എല്ലാം കൊടുത്ത് വലിയ വടവൃക്ഷമാക്കി മാറ്റുക. ഈ ദൈവരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ വളർന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ എത്തിപ്പെടാൻ ദൈവം എന്നെ കിളയ്ക്കപ്പെട്ട നിലത്ത് വിത്ത് പോലെ ഈ കത്തോലിക്ക സഭയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ ഞാൻ ചെയ്യേണ്ട ഒറ്റയൊരു കാര്യം എൻ്റെ കർത്താവിൽ ആശ്രയിക്കണം. ഒപ്പം അവൻ്റെ ആലയത്തിൽ ഇരിക്കാൻ ഞാൻ തയ്യാറാകണം. അപ്പോൾ എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഞാൻ ക്ഷമയോടെ നിൽക്കണം. രണ്ടാമത്തെ കാര്യം അതാ, ക്ഷമയോടെ നിൽക്കണം. ക്ഷമയോടെ നിൽക്കുമ്പോൾ വലിയ മരമാക്കി അവിടുന്ന് എന്നെ മാറ്റാൻ തുടങ്ങും. ചില വ്യക്തികൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പയ്യെ അതൊന്ന് പച്ച പിടിച്ച് വന്നു കഴിയുമ്പോൾ മറ്റു കുറേ പേരെ കൂടി കൂട്ടി വേറെ മറ്റു പല മാർഗങ്ങളിലൂടെ അതിനെ വലുതാക്കാൻ ശ്രമിച്ചാൽ, ക്ഷമയില്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാത്തിരിക്കാതെ മറ്റു മാനുഷിക കാര്യങ്ങൾ കൂടി ആശ്രയിച്ച് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് തകർച്ചകൾ കാണാൻ സാധിക്കാറുണ്ട്. ഇന്നലെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. 16 വലിയ ബാറുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന മനുഷ്യന് ഒരു കാലത്ത് പലവിധ മാർഗത്തിലൂടെ എല്ലാം സമ്പാദിച്ച് നേടിയെടുത്തതാ.
ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത വിധത്തിൽ വേദനിക്കുകയാണ്. ഒരു 1.5 ലക്ഷം രൂപ മറ്റൊരു വ്യക്തിക്ക് കടം കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു തരുമോ എന്ന് ചോദിച്ച് നിരന്തരം ഈ വ്യക്തിയെ ഫോൺ വിളിക്കുകയാണ്. നല്ല കാലത്ത് 1.5 ലക്ഷം രൂപ 1 രൂപയുടെ വില പോലും ഇല്ലാത്ത വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം പറയാം, 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയാൽ എൻ്റെ കുടുംബത്തിലേക്ക് അത് ഭക്ഷണത്തിനായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. കാട്ടിലൊളിച്ച് താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നുപെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ കർത്താവിൻ്റെ കൂടെ ശാന്തമായി ക്ഷമയോടെ നിന്നാൽ അവൻ കടുകുമണിയോളം പാകിയിരിക്കുന്ന എൻ്റെ ജീവിതത്തെ വടവൃക്ഷമാക്കി വലുതാക്കി മാറ്റുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെയൊന്നും നാം നിസ്സാരമായി തള്ളിക്കളയരുത് എന്നൊരു മറ്റൊരു കാര്യം കൂടി ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കടുകുമണിയെക്കുറിച്ച് പറയുമ്പോൾ നിസ്സാരമായി കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയൊന്നും അവഗണിച്ച് കളയാൻ പാടില്ല. ചെറിയവരെയും അവഗണിക്കാൻ പാടില്ല. ചെറിയ കാര്യങ്ങളും അവഗണിക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ഒരു നല്ല കാര്യം ചെയ്താൽ ഒരുപക്ഷെ അവൻ്റെ ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. എൻ്റെ ദൃഷ്ടിയിൽ ചെറിയ കാര്യമാണ്. അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ, നന്നായിരിക്കുന്നു എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സ് തുറന്നു പറ്റിയാൽ, മറ്റുള്ളവരെ ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിയാൽ, നാം ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഓരോ നിമിഷവും പുറപ്പെടുവിക്കാൻ ഈ ഒരു വേളയാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുക. കടുകുമണിയെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ നിസ്സാരമായി തള്ളിക്കളയരുത്. ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല എന്ന് വിചാരിക്കും. സാരമില്ല, നാളെ ആവട്ടെ, ചെറിയ കാര്യമാണ്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, തനിയെ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, പിന്നെ ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്താ അർത്ഥം, ഞാൻ തന്നെ കൊന്ത ചെല്ലിയാൽ പോരെ. ഒരു നിസ്സാര കാര്യമാണ്. പക്ഷെ ആ നിസ്സാര കാര്യത്തിൽ ഒരു വിശ്വസ്തയോടെ കർത്താവിൻ്റെ അടുത്തിരുന്നാൽ, ഈ ചെറിയതിനെ പോലും ഞാൻ മുറുകെ പിടിച്ചാൽ കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. കർത്താവ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ളതല്ല, ഒരുമയോടെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ മറ്റൊരു കാര്യം പറയും. ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് ഈശോ പറയും. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഞാനാകുന്ന ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റണം. എൻ്റെ കണ്ണുകളിലും എൻ്റെ കാതുകളിലും എൻ്റെ വാക്കുകളിലും എൻ്റെ യാത്രകളിലും എൻ്റെ ഓരോ നിമിഷത്തിലും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്നിൽ ഒരു സന്തോഷം കൂടി ഉണ്ടാവണം. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ച് നിസ്സാരമായി കണക്കാക്കേണ്ട കാര്യമില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷമയോടെ നിൽക്കാൻ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായി കണക്കാക്കരുതെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഈശോ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ആലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ഇടവകയോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ അതിന് ഞാൻ എടുക്കുന്നൊരു പെയിൻ, ആ ഒരു പെയിൻ എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം വളരാൻ നിങ്ങളിൽ തന്നെയാണ് ദൈവരാജ്യം എന്ന് ഈശോ പറഞ്ഞെങ്കിൽ ആ പെയിൻ ഞാൻ ഏറ്റെടുക്കുമ്പോൾ, ആ വേദന ഞാൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം വളരുക തന്നെ ചെയ്യുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവർക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ സാധ്യതകളെ വളർത്തിയെടുക്കുമ്പോൾ പൂർണ്ണത നിറഞ്ഞൊരു സമൂഹമാണ് രൂപപ്പെടുക. ദൈവരാജ്യം എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തി മാത്രമല്ല, നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ താലന്തുകളുടെ ഉപമയിലെ കർത്താവ് ഓരോ വ്യക്തികൾക്കും താലന്തുകൾ കൊടുക്കും. യജമാനൻ താലന്ത് കൊടുത്തെങ്കിൽ 5 കൊടുത്തവൻ 10 വർദ്ധിപ്പിക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്ന കൃപ അത് ദൈവരാജ്യവുമായി ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. ദൈവരാജ്യത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ ഞാൻ പങ്കുകാരിയായി മാറുമ്പോൾ എനിക്ക് എൻ്റെ തമ്പുരാൻ തന്നിരിക്കുന്ന താലന്തിൽ 100 ഇരട്ടി കൊടുക്കാനായിട്ട് തയ്യാറാകണം. എനിക്ക് ഒരു അച്ഛനെ അറിയാം. അച്ഛന് വലിയ വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ സ്കൂളിൽ വലിയ പ്രിൻസിപ്പളൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറയും, സ്കൂൾ ജോലി കഴിഞ്ഞ് ഓടി വന്നിട്ട് പറയും, പാവപ്പെട്ടവരെ കുളിപ്പിക്കണോ, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എൻ്റെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എളിമയോടെ നിലം അടിച്ചുവാരി അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കഴുകാൻ ആഗ്രഹിച്ച് സന്നദ്ധനായി ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇപ്പോൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സന്നദ്ധത കൂടി ദൈവരാജ്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവരാജ്യത്തിലേക്ക് വളരാൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനൊരു സന്നദ്ധത. നമ്മുടെ കരങ്ങൾ വിശാലമാക്കുന്ന ഒരു സന്നദ്ധത, മനസ്സിനെ വിശാലമാക്കുന്ന ഒരു സന്നദ്ധത, അത് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ നാം ചെയ്യാൻ തുടങ്ങുമ്പോൾ
ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഈശോ പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഭരണം എങ്ങനെയെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക ഈശോയുടെ പ്രവർത്തനങ്ങൾ വഴിയാണെന്ന് ഞാൻ ആദ്യ ഭാഗത്ത് സംസാരിക്കുകയുണ്ടായി. ഈശോയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുക, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, രോഗികളെ സുഖപ്പെടുത്തി, ബധിരർക്ക് കേൾവിശക്തി കൊടുത്തു, അന്ധർക്ക് കാഴ്ചശക്തി കൊടുത്തു, കരുണ കാണിച്ചു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, അപ്പം വർദ്ധിപ്പിച്ച, അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ഈശോയെ കൂടി നമ്മൾ കാണും. ഈശോയുടെ ദൈവരാജ്യത്തിലേക്ക് വളരാൻ ഞാൻ എളിമയോടും സ്നേഹത്തോടും കൂടി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള സാധ്യത ഒരു ശുശ്രൂഷയുടെ വരമായി മാറുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ ഒരു മേഖലയിലൂടെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള സാധ്യത, ഈ ഒരു ആഗ്രഹം, എൻ്റെ ഉള്ളിലുള്ള സന്നദ്ധത ഒരു വരമായി മാറും. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു വരമാക്കി ഈശോ മാറ്റും. ഞാൻ എവിടെ തൊട്ടാലും അവിടെ ഒരു അനുഗ്രഹമായി മാറും. എൻ്റെ സാന്നിധ്യം പോലും ഈശോ അനുഗ്രഹമാക്കി മാറ്റും. എനിക്കറിയാം, ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട്, സാധാ മനുഷ്യൻ ജസ്റ്റ് കൊന്ത ചൊല്ലി ബൈബിള് വായിച്ചും പള്ളിയിൽ പ്രാർത്ഥിച്ചും കുടുംബജീവിതത്തെ ദാരിദ്ര്യം കൊണ്ട് കൂലിപ്പണിയെടുത്ത് വളർത്തുന്ന മനുഷ്യനാണ്. വലിയൊരു കോടീശ്വരൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇറങ്ങാൻ നേരം അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന്. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 5 വർഷമായിട്ട് കിട്ടാത്ത ഒരു വലിയ 1000 കോടിയുടെ പ്രൊജക്റ്റ്, കോടീശ്വരൻ ഇങ്ങനെ ഗവൺമെൻറ് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രൊജക്റ്റ് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമുണ്ട്. അത് ഇന്ന് വരെ ഗവൺമെൻറ് സാങ്ഷനാക്കി കൊടുത്തിട്ടില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയം ഈ കോടീശ്വരൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു, നിങ്ങളുടെ പ്രൊജക്റ്റ് സാങ്ഷനായെന്ന്. അപ്പോൾ ആ കോടീശ്വരൻ്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധതയോടെ, എളിമയോടെ, ക്ഷമയോടെ, എല്ലാവരെയും സ്വന്തമെന്ന് കണ്ട് വിശാലമാക്കപ്പെട്ട കരങ്ങളോടെ ജീവിതത്തിൻ്റെ നിസ്സാരതയിൽ കർത്താവിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിലെ സാധ്യതയെ ഒരു വരമാക്കി മാറ്റും. ആ ഒരു വളർച്ച ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. വലിയ വൃക്ഷമാകാനും വലിയവരായി മാറാനും ഒക്കെയുള്ളൊരു സാധ്യത, വലിയ വടവൃക്ഷം പോലെയായി മാറാൻ, ഒത്തിരി കിളികൾ ചേക്കേറുന്ന ഒരു വൃക്ഷമായി മാറാൻ ഉള്ളൊരു സാധ്യത ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരിലും ഈശോ ഒരു വലിയവരായി മാറുന്ന സാധ്യത കൂടി ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് നമ്മളെ ഈ വചനത്തിൻ്റെ വാച്യാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലിയവരായി മാറാനുള്ള സാധ്യത ഓരോ വ്യക്തികൾക്കും വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ കാണും മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല, എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ച് കൊടുത്തിരുന്നു. യേശു ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചെല്ലാം ഈശോ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് അവസാനം ഒരു വചനം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഈ ഒരു ഇൻറ്റിമസി, അവൻ്റെ അടുത്തിരുന്ന് രഹസ്യങ്ങൾ സ്വീകരിക്കാൻ, രഹസ്യങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് കൂടി ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട്. ഹൃദയ രഹസ്യങ്ങൾ എനിക്കായി പങ്കുവെക്കാൻ അവൻ തയ്യാറാകുമെന്ന് അവൻ എന്നെ പഠിപ്പിക്കുക ഈ വചനഭാഗത്തിലൂടെ. ഞാൻ ദൈവരാജ്യത്തിലേക്ക് വളർന്ന് വലുതായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി എനിക്ക് പങ്കുവെച്ച് തരികയാണ്. കാര്യങ്ങളുടെ ആന്തരാർത്ഥം, അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരണവും നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 3 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ആ നിധി ഉണ്ടല്ലോ, ആ നിധി ഈശോ നമുക്ക് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നതാ. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈശോ വെച്ചിരിക്കുന്ന ആ നിധി സ്വന്തമാക്കാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. ആ ഒരു ഇൻറ്റിമസിയിലേക്ക്, ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു ഇൻറ്റിമസിയിലേക്ക്, എൻ്റെ യേശുവിൻ്റെ അടുത്തുള്ള, എൻ്റെ യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഏകാന്തതയുടെ, ഒരു മൗനത്തിൻ്റെ, അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ സ്വീകരിക്കുന്ന മറ്റൊരു ഭാവത്തിലൂടെ കൂടി ഞാൻ വളരേണ്ടിയിരിക്കുന്നു. ഒരു ഏകാന്തതയിലേക്ക് ഞാൻ വരും. അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഏകാന്തതയുണ്ടല്ലോ, അവൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ചേർന്നിരിക്കുന്ന ഒരു നിശബ്ദതയുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിൻ്റെ താഴ്മയുണ്ടല്ലോ, അതിലേക്ക് കൂടി ഞാൻ എത്തിപ്പെടാൻ പോകും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ കൃത്യമായി സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോകും, ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും.
അതാണ് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൻ്റെ ഉന്നത പടിയെന്ന് പറയുക, വളർച്ചയുടെ ഉന്നത പടിയെന്ന് പറയുക. മൗനത്തിൻ്റെ, ഏകാന്തതയുടെ, അവനോടുള്ള ഇൻറ്റിമസിയുടെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന, അവൻ്റെ ഹൃദയേറിയ സംസാരങ്ങൾ സ്വന്തമാക്കുന്ന നിമിഷങ്ങളായി നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ മാറണം. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈശോ പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി മാറും. ഈ ദൈവരാജ്യം എന്നിൽ തന്നെ ഫലമണിയാൻ തുടങ്ങും, എന്നിൽ തന്നെ പൂവണിയാൻ തുടങ്ങും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. നിസ്സാരമായ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും നിനക്ക് സമർപ്പിക്കുന്നു. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള സന്നദ്ധത, നീ എന്നെ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ സാധ്യതകളെ കണ്ടെത്തി ദൈവരാജ്യത്തിന് വേണ്ടി പടപൊരുതി ജീവിക്കാൻ, നിന്നോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്ന ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളായി മാറാൻ ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടത്തേക്ക് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.